ഹായ് കൂട്ടുകാരെ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വോയിസ് കൊടുത്താൽ എടുത്തിരുന്നത്, പക്ഷേ പിന്നെ കേട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച കാരണം ഞാൻ പറയുന്ന ഒന്നും തിരിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ വോയിസ് എഡിറ്റ് ചെയ്ത് കയറ്റുക ചെയ്തത് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ നമ്മുടെ റോഡ് ഏതാ തോട് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡാണ്, പക്ഷേ ഒന്നും തിരിയുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴ്ത്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലും ചപ്പുമൊക്കെ കാലേ കൊടുക്കുന്നുണ്ട്. വല്ല ഇഴജന്തുക്കളാണെന്നൊരു പേടി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കാണാവേ. വളരെ രൂക്ഷമായ രീതിയിൽ വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിത് എല്ലാ വർഷവും മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തന്നെയാണ്. ഈ സൈഡിൽ കാണുന്നത് ചെറിയൊരു തോടാണ്, നമ്മുടെ ഈ ഓട പോലെ വെള്ളം ഒഴുകി പോകാനുള്ളൊരു തോടാണ്. അത് ഈ സൈഡിലും ഉണ്ട്, അങ്ങേപ്പുറത്തെ സൈഡിലും ഉണ്ട്. മഴക്കാലമായി കഴിയുമ്പോഴത്തേക്ക് ഈ തോടങ്ങ് നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ വെള്ളം ഒഴുകി പോകാൻ നമുക്കൊരു സ്പേസ് ഇല്ല. എങ്ങോട്ട് ഒഴുകി പോകാനാണ്? അപ്പോൾ ഈ വെള്ളം മൊത്തം ഈ റോഡിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് പതിവ്. അതെല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഇതിനോടകം ഒരുപാട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ വിഷയം. പക്ഷേ അന്നും ഇന്നും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓരോ വർഷവും കാലവർഷം ആകുമ്പോൾ ഇതുപോലെ തന്നെ കലിതുള്ളി പെയ്യും, വെള്ളം കുറേ അധികം നാളും കെട്ടിക്കിടക്കും. അപ്പോൾ ഓർക്ക് ഈ മഴ തോർന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് വറ്റിപ്പോവില്ലേ. മഴ തോർന്നു കഴിഞ്ഞാലും എങ്ങനെ പോയാലും 1-1.5 ആഴ്ച ഈ വെള്ളം ഈ റോഡിൽ കിടക്കും. കാരണം മഴ തോർന്ന് വെള്ളം നന്നായിട്ട് വലിയണം, നല്ല രീതിയിൽ വെയിലുറച്ച് നന്നായിട്ട് വെള്ളം അപ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് അളിഞ്ഞ് ഒരുതരം കറുത്ത കളറാവും ഈ വെള്ളത്തിന്. കാരണം ഈ ചുറ്റുവട്ടത്തുള്ള പുല്ലെല്ലാം കൂടി ഇതിനകത്ത് കടന്ന് അവിഞ്ഞ് നാറി ഭയങ്കര കൊതുകിൻ്റെ ശല്യവും മറ്റ് ബുദ്ധിമുട്ടുകളും. പിന്നെ ഈ വെള്ളത്തിലിറങ്ങിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണ്, പ്രായമായവരുള്ളവരാണ്, പലതരത്തിലുള്ള അസുഖബാധിതരുള്ളവരാണ്. സോസി, ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുക കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അവൾ ഇറങ്ങിയാൽ മുങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളം. അപ്പം ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള പുല്ലുണ്ടല്ലോ, ഈ പുല്ലിൻ്റെ പ്രശ്നം പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും പറയാറുണ്ട്, നിങ്ങളെന്താണ് ഈ ഗേറ്റിന് മുന്നിലത്തെ പുല്ല് ചെത്തിക്കളയാത്തത്, അല്ലെങ്കിൽ ഈ സൈഡ് വൃത്തിയാക്കി ഇടാത്തത്. 2 ആഴ്ച മുമ്പേ ഈ പുല്ല് വെട്ടുന്ന മെഷീൻ ഉപയോഗിച്ച് ഞാൻ ഈ 2 സൈഡിലെയും പുല്ലുകൾ മൊത്തം വെട്ടി ക്ലീൻ ചെയ്താണ്. ആ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഓൾറെഡി. 2 ആഴ്ച എന്നല്ല, 2 ദിവസം മുന്നേ ചെയ്താലും ഇത് തന്നെയാണ്, പെട്ടെന്ന് പുല്ല് കിളിർക്കും. ഈ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ എത്ര പുല്ല് ചെത്തി ക്ലീൻ ചെയ്ത് വിട്ടാലും അത് പിന്നെയും കിളുത്ത് തന്നെ വരിക തന്നെ ചെയ്യും. പിന്നുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ ഇതിപ്പം 4 അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും എല്ലായിടത്തും 4 കൂടിയ റോഡാണ്. അതിൽ ഒരു സൈഡിലുള്ള റോഡ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പണിത് അത് നല്ല ഹൈറ്റിലാക്കി. അതായത് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന റോഡിൽ നിന്നും ഒരുപാട് ഹൈറ്റിലാണ് ആ റോഡ് പണിതേക്കുന്നത്. ഇതങ്ങോത്തോളം വെള്ളമാണ്. ഈ റോഡൊക്കെ നന്നായിട്ട് താഴ്ന്നു പോയി. എല്ലാ വർഷവും വെള്ളം കയറുന്നതാണ്, പക്ഷേ ഈ വർഷം കുറച്ച് നേരത്തെയാണ്. കാരണം വെള്ളം ഒഴുകി പോകാനൊരു സ്ഥലമില്ല. കാരണം ഒരു സൈഡിലുള്ള റോഡ് നന്നായിട്ട് കിളർത്തി പണിഞ്ഞത് കാരണം ബാക്കി റോഡിലെല്ലാം വെള്ളം നേരത്തെ കെട്ടി. ഇത് മഴ പെയ്ത് എനിക്ക് തോന്നുന്നു 2 ദിവസം നിന്ന് പെയ്തതിൻ്റെ വെള്ളം മാത്രമാണിത്. കാരണം ആ വെള്ളം ഒഴുകി പോകാൻ വേറെ സ്ഥലമില്ല, ഒരു സൈഡിലെ റോഡ് മാത്രം പൊക്കി പണിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. പിന്നെ ഇതാണോ വലിയ കാര്യം എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. പക്ഷേ ഇതുമായിട്ട് അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. അവർ 2 പേരും സ്കൂളിൽ പോകുന്നവരാണ്. അതിനകത്ത് ഇതിലേക്കൂടെ നീന്തി പോകണമെങ്കിൽ തന്നെ ഇവിടുന്ന് സാധാരണ വീട്ടിലിടുന്ന ചെരുപ്പും വീട്ടിലിടുന്ന ഡ്രസ്സ് വിട്ട് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ബസ് വരണം, അവിടം വരെ ചെന്നിട്ട് അവിടെ ഒരു വീട്ടിൽ കയറി നിന്നിട്ട് കാലെല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്ത് വീണ്ടും യൂണിഫോമും ഷൂസും എല്ലാം ഇട്ടിട്ടാണ് അവിടെ നിന്നാണ് ബസ് കയറി പോകേണ്ടത്. കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം അറിയാമായിരിക്കുമല്ലോ, എലിപ്പനിയും അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ പടർത്തും. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള ചൊറിച്ചിൽ ഭയങ്കരമാണ് കേട്ടോ. അതിനെക്കുറിച്ച് എടുത്തു പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. നിസാരം മഴ പെയ്തപ്പോഴത്തേക്ക് 2 ദിവസം മഴ പെയ്ത് ആ മഴവെള്ളം ഈ രീതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാലവർഷം കനത്ത് കഴിയുമ്പോൾ ഇവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം കയറി. ഇനി അങ്ങോട്ട് കാലവർഷം കനത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം
കാലവർഷം വന്നു കഴിഞ്ഞാൽ നിർത്താതെ 1, 2, 3, 4 വല്ല ഒരാഴ്ച 1.5 ആഴ്ച ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും. അത്രയും മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇന്നിപ്പം മഴ വലിയ കാര്യമായിട്ടൊന്നുമില്ല. വെളുപ്പിനെയൊക്കെ നല്ല ശക്തമായിട്ട് പെയ്തെങ്കിലും പകൽ ഈ നേരം ഇത്രയും നേരം വരെയും വളരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചാറിപ്പോകുന്ന അല്ലാണ്ട് വലിയ ശക്തമായ മഴയൊന്നുമില്ല. എന്നാൽ വെയിലും ഇല്ല. കാർമേഘം ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിനേക്കാളും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ്. എങ്കിലും നമ്മുടെ ഒരവസ്ഥ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തിട്ടെന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂസമ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.